ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ ആദ്യ ദിവസം ഞങ്ങൾ എല്ലാ ദ്വീപുകളും ഒന്ന് പോയി കണ്ട് മൊത്തം ലക്ഷദ്വീപിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ടുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു ഇന്നത്തേത്. അന്നമ്മയും ടീമും ഫസ്റ്റ് ഡേയിൽ നമുക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തന്നെങ്കിലും ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ പോയി. ഇത് നമ്മുടെ ഡോളി ചേച്ചി ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരിയായിരുന്നു. ഞങ്ങളങ്ങനെ യാത്ര പോവുകയാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് ബാക്ക് ഏരിയ കേട്ടോ ഇത്, ബീച്ചിനോട് ചേർന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഊഞ്ഞാലിൽ എൻജോയ് ചെയ്യുന്ന സീനാണിത്. പിള്ളേർക്കാണ് കടലിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല, ഏത് നേരവും കടലിൽ തന്നെ. അവരങ്ങനെ അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനും ചേച്ചിയും ഊഞ്ഞാലിൽ എൻജോയ് ചെയ്യുന്നു. കാരണം നമുക്ക് ഈ കടലിനെ കുറിച്ച് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് അന്നമ്മയുടെ ടീമിലെ ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവർ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാ നമ്മുടെ സുരക്ഷയെക്കുറിച്ചുള്ള നമുക്കുള്ള അവയർനെസ് തരാനും, രണ്ടാമത് നമ്മുടെ ഫോട്ടോസ് എടുത്തു തരാനും നമ്മുടെ കൂടെ എപ്പോഴും, അതായത് ഇപ്പം ഞാൻ പറയുന്ന ആദ്യം മുതൽ അവസാനം വരെ ഇതായിരുന്നു ഞങ്ങളുടെ യാത്രയ്ക്കുള്ള വാഹനം. ഇത് നമ്മുടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഞങ്ങളിന്ന് 4 വണ്ടികളാണ് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി പോയത്. ഞങ്ങളങ്ങനെ ഈവനിങ്ങിൽ സൈറ്റ് കാണാൻ വേണ്ടി പോയ സീനാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അവർ ഈ നമ്മുടെ ഈ അഗത്തിയിലെ തന്നെ പല പല ബീച്ചുകൾ നമ്മളെ പരിചയപ്പെടുത്തുവാണ്. അതിലൊന്നാണ് ഈ ബീച്ച്. എന്നാൽ ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, എന്നാൽ നീറ്റാണ്, വളരെ ക്ലീനായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. അവിടെ തന്നെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കൊരു കോഫിയൊക്കെ അവിടെ നിന്ന് കുടിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പിള്ളേർ താണ്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടപ്പോഴത്തേക്കും അതിൽ കയറാൻ വേണ്ടി പോയ സീനാണിത്. അവർ കുറേ നേരം അതിൽ എൻജോയ് ചെയ്തു കേട്ടോ, ഞങ്ങളും കൂടെ കൂടി. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഓരോ സ്പോട്ടിലും നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് അത് ഒരു പഴയ ബോട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ പോയവരെല്ലാം ഫോട്ടോ എടുത്തു. പിന്നെ കടലിലെ ഊഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. നമുക്കൊരു പുള്ളിക്കാർ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ടൈമിനുള്ളിൽ തീർക്കും. പക്ഷേ ഓരോരുത്തരും നമുക്ക് ആ ടൈം ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു. ഈ ബീച്ചിൻ്റെ പേരെന്നായിരുന്നു? ലഗൂൺ ബീച്ച്. ഇതാണ് ലഗൂൺ ബീച്ച്. ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ്, ഈ ഏറ്റവും കൂടുതൽ കരയുള്ള വീതിയുള്ള സ്ഥലമാണ് ഈ ലഗൂൺ ബീച്ച്. അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആടിയിട്ടും മതി വരുന്നില്ല. ഇങ്ങനെ ഒരു സീൻ നമ്മുടെ നാട്ടിലില്ലല്ലോ. അതെ, കടലിലേക്ക് ശാന്തമായ കടല്. അത് ശാന്തമായെന്ന് മാത്രമല്ല, നമുക്ക് ഇറങ്ങി നടക്കാനായിട്ട് വൃത്തി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് തന്നെ. കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ പട്ടിയില്ല, പിന്നെ കാക്കയില്ല, പാമ്പില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു വീടിനുള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആകെ ഒരു മടൽ അവിടെ, തെങ്ങിന്റെ മടലും. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഉള്ള സംഭവങ്ങൾ മീനും തേങ്ങയാണ്. ശരിക്കും ബെഞ്ചുകൾ ഉണ്ടാക്കുന്നത് പോലും, കട്ടിലുണ്ടാക്കുന്നത് എല്ലാം തെങ്ങിന്റെ തടികൾ മുറിച്ചിട്ട് അറുത്താണ് അത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ കാണാൻ തെങ്ങിൻ്റെ വേരാണ് കാണുന്നത്, തെങ്ങിൻ്റെ മൂടും. ശരിക്കും പറഞ്ഞാൽ ഒലക്കയുടെ മൂടെന്ന് പറഞ്ഞ പോലെ തെങ്ങിൻ്റെ മൂട് കണ്ടത് അവിടെ ചെന്നപ്പോഴാണ്. കാരണം ഞങ്ങൾ വേറൊരു ബീച്ചിൽ പോയിരുന്നു, അപ്പം കൽപ്പട്ടിയിൽ. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും തെങ്ങിൻ്റെ മൂട് കണ്ടത്. അവിടെ തെങ്ങിങ്ങനെ പറിച്ചിട്ടുണ്ട് എയർപോർട്ടിന് വേണ്ടി. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നു. അതിനിടെ ചെറുക്കുന്നു ഇത് തെങ്ങിൻ്റെ വേരുകൾ. ഇത്രയും തെങ്ങിൻ്റെ ചുറ്റുമാണിത്. അത്രയും ഹൈറ്റിൽ അത്രയും വലുപ്പത്തിൽ തെങ്ങുകളുണ്ട്, അതിൽ തെങ്ങിൻ്റെ വേരുണ്ട്. പിന്നെ ഞങ്ങളവിടെ ഊഞ്ഞാലിൽ കയറിയെന്ന്, കുറച്ച് ഊഞ്ഞാലെന്ന് പറയാൻ പറ്റില്ല, ഇത് കടലിന് കൈ വെള്ളത്തിലിറങ്ങി ഇതിൽ കയറാവുന്ന രീതിക്കുള്ളാക്കി വെച്ചിരിക്കുന്നതാണ് സംഭവമാണ്. ഇതിൽ കിടക്കാം കേട്ടോ, കുറച്ചു നേരം കിടക്കാം, നല്ല സുഖമാണ്, നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. നമ്മുടെ ബീച്ചുകൾ പോലെയല്ല, വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ജലമാണ് നമുക്ക് ശരിക്കും കണ്ണീര് പോലെ നമുക്ക് താഴെ കാണാം, അത്ര നല്ല ക്ലീനായിട്ടുള്ള. പിള്ളേർക്കൊക്കെ ഊഞ്ഞാലാടിയിട്ട് കൊതി തീരുന്നില്ല. വീണ്ടും അവരതിനകത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി അവരവിടെ ഊഞ്ഞാലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും മോശക്കാരൊന്നുമല്ല, ഞങ്ങളും അത്യാവശ്യം വികൃതികളെല്ലാം ഒപ്പിച്ചു. നനഞ്ഞു കുളിച്ചാണ് അതിനകത്ത് കയറുന്നത്. അത് തന്നെ, പിള്ളേർക്കാണ് ഇറങ്ങി മതിയാകുന്നില്ല. പോകുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും ബെർമുഡ, അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഏറ്റവും സുഖം അതാണ്. കാരണം വെച്ചാൽ എങ്ങനെയാണെങ്കിലും മുട്ടപ്പം നനയും. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോരുവാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്